ഇന്നത്തെ വീഡിയോ മിക്കവാറും കുറച്ച് ലൈറ്റ് ആയിരിക്കും കേട്ടോ. ഡ്യൂറേഷൻ ഒക്കെ മിക്കവാറും കുറച്ച് കുറവായിരിക്കും. വേറെ ഒന്നുകൊണ്ടല്ല, വഴിയെ പറയാം, അതായിരിക്കും നല്ലത്. ആ അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു. എക്സാം ഉള്ള ദിവസം ഞാൻ പറഞ്ഞു ടെസ്റ്റ് സീരീസ് ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ ടെസ്റ്റ് സീരീസ് എഴുതാൻ പോയി രാവിലെ തന്നെ. രാവിലെ അതിന്റെ ഒരു ഓട്ടത്തിലായിരുന്നു. രാവിലെ എനിക്കലും ടെസ്റ്റ് സീരീസിന് പോലും എക്സാം കുറച്ച് കട്ടിണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പഠിപ്പൊന്നും ശരിയാവാത്തതുകൊണ്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല, എന്നാലും കുറച്ച് നാളെയുള്ള പഠിക്കണം. അപ്പൊ അതിന്റെ ഒരു ഇത് വെച്ചിട്ട് എഴുതി, വലിയ സീൻ ഉണ്ടായില്ല. പക്ഷെ ഭയങ്കര എക്സോസ്റ്റഡ് ആയി അതിന് ശേഷം. പിന്നെ ഉച്ചയ്ക്ക് വന്ന് റെസ്റ്റ് എടുക്കലും പിന്നെ പത്രം വായന പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പോൾ ഭയങ്കര ടയേർഡ് ഇന്ന്, ഭയങ്കര ടയേർഡ്. എനിക്ക് എക്സാമിൻ്റെ താൻ തോന്നുന്നത് മെയിൻ ആയിട്ട്. അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ ഞാൻ പറഞ്ഞ അധികം ലെങ്ത് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പൊ അങ്ങനെ പിന്നെ ചാലഞ്ചിനെ പറ്റി നോക്കുകയാണെങ്കിൽ നമ്മ ഇന്ന് രാവിലെ തന്നെ മെഡിറ്റേറ്റ് ചെയ്തു. മെഡിറ്റേഷൻ രാവിലെ തന്നെ തീർത്തു. രാവിലെ അത്യാവശ്യം നേരം മെഡിറ്റേറ്റ് ചെയ്യേണ്ടി വന്നു. വേറെ ഒന്നുകൊണ്ടല്ല, എനിക്ക് ആ ഒരു ഫ്ലോ കിട്ടണല്ലേ. ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ കുറച്ചേരം ഇരിക്കുമ്പോൾ ഫുള്ള് ഇങ്ങനെ തോട്ട്സ് വന്നോണ്ടിരിക്കുക, കുറെ ഐഡിയാസ് വന്നോണ്ടിരിക്കുക. ഐഡിയാസ് വരുന്ന ഒരു സന്തോഷമുണ്ട്, വീഡിയോ ചെയ്യാനുള്ള കുറെ ഐഡിയാസ് വരുന്ന സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഫോക്കസ് ഇട്ടണല്ലേ വീഡിയോക്ക്. നല്ലൊരു മെഡിറ്റേഷൻ ആ ഒരു ഫ്ലോയിലേക്ക് വരണല്ലേ. അപ്പൊ നമ്മൾ കുറെ നേരം മെഡിറ്റേറ്റ് രാവിലെ തന്നെ. അതിന് അത്യാവശ്യം ഒന്ന് കാമായിരുന്നു രാവിലെ. പിന്നെ അതിനുശേഷം ജേർണലിങ്ങും നമ്മൾ രാവിലെ തന്നെ തീർത്തു. ജേർണലിംഗ് മെഡിറ്റേഷൻ രാവിലെ തന്നെ കഴിഞ്ഞ എക്സാമിന് മുമ്പ് തന്നെ തീർത്തു. പിന്നെ ബുക്ക് വായന ഉച്ചയ്ക്ക് നമ്മളൊന്ന് ബുക്ക് വായിച്ചു. ബുക്ക് ഇപ്പൊ ഏകദേശം തീരാറായിട്ടുണ്ട്. സീതയുടെ പെർസ്പെക്റ്റീവ് നിന്നാണല്ലോ കഥ പോണത്. ചില ഇതൊക്കെ വായിക്കുമ്പോൾ സീനാണ്. ഞാൻ പിന്നെ അത് സ്പോയിൽ ആവോന്ന് വെച്ചിട്ടാ പറയാത്ത. പക്ഷെ നമുക്ക് ശരിക്കും സീതയുടെ പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. ചിത്ര ബാനർജി സീനായിട്ട് എഴുതിയേക്കാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അതിനെപ്പറ്റി അധികം പറയാനുള്ള. ഇനിയിപ്പോ വർക്കൗട്ട് മാത്രമാണ് ബാക്കിയുള്ളത്. വർക്കൗട്ട് ഇനിയിപ്പോ രാത്രി സെറ്റ് ചെയ്യണം. ഇനി കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് ചെയ്യാൻ ആലോചിക്കണം. അപ്പൊ നമ്മൾ ഈ ചലഞ്ചും വീഡിയോ എടുക്കലും എഡിറ്റിംഗ് ഒക്കെ ആയിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ സമയം കിട്ടണില്ല. എന്നുവെച്ചാൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എവിടെയെങ്കിലൊക്കെ പോയി ഒന്ന് ഫ്രീ ആവാൻ ടൈം കിട്ടണല്ലേ. വൈകുന്നേരമാണ് പൊതുവെ അങ്ങനെ ഇറങ്ങാറുണ്ടെങ്കിൽ ഇറങ്ങാറുള്ളത്. പക്ഷെ വൈകുന്നേരം ഞാൻ മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്ന വൈകുന്നേരം. അപ്പോൾ ചൂട് കുറച്ച് കുറവുണ്ടാവും, ലൈറ്റും അത്യാവശ്യം ഉണ്ടാവും. പിന്നെ എഡിറ്റിംഗ് ഒക്കെ രാത്രിയിലേക്ക് പോകും. അപ്പൊ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള ടൈം കിട്ടില്ല. അപ്പൊ ഇന്ന് എങ്ങോട്ട് ഇറങ്ങിയാൽ കൊള്ളാന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ സമയം ഇത്രയായി, ഇനിയിപ്പോ നടക്കുമെന്ന് അറിയില്ല. അത് പറഞ്ഞപ്പോഴാ എൻ്റെ ഈ 2 ബുക്ക് ഇരിക്കുന്നുണ്ട്. ഇത് ഹാഫ് ലയൺ നരസിംഹറാവുവിന്റെ കഥയാണ്. ഇത് 1000 Films ആണ്. ഖാലിദ് ഹുസൈൻ എഴുതിയ ബുക്കാണ്. ഇത് രണ്ടും മിക്കവർക്കും അറിയായിരിക്കും. നിങ്ങൾ എവിടെയെല്ലാം കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവും മിക്കവരും. ഈ 2 ബുക്കും എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത 2 ബുക്കുകളാണ്. അപ്പൊ ഞാൻ ഇന്നലെ നമ്മുടെ മറ്റേ ബുക്ക് സ്കൂൾ ഓഫ് ലൈഫിന്റെ റിവ്യൂ ഇട്ടപ്പോ അത്യാവശ്യം വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു ബുക്കിന്റെ റിവ്യൂ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് വെച്ചാൽ ജസ്റ്റ് കമന്റ് ചെയ്ത് പറയാം. അപ്പൊ നമ്മൾ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇത് എന്നെ ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത 2 ബുക്കാണ് ഒബ്വിയസ്ലി. അപ്പൊ നമുക്ക് നിങ്ങളെ കമന്റ് അനുസരിച്ച് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഓക്കെ, ഇനിയിപ്പോ വേറൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നാൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി വർക്കൗട്ട് വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്യാം. അപ്പൊ ഓക്കെ, ശരി.